ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും. ദശകം 48. നളഗോപുര മണിഗ്രീവന്മാരുടെ ശാപമോക്ഷം. ദാമോദരായെന്നു ചൊല്ലി സ്തുതിച്ചല്ലോ ദേവജനം. ദാമോദര പ്രീതിക്കായി ചുറ്റും നിരന്നു. മൃദുവായ വയറുമായി ഉരരിനടുത്തു നിന്നു. മധുതു വൃക്ഷങ്ങൾ കണ്ടു ചിരിച്ചു കണ്ണൻ. നളകുബരനും മണിഗ്രീവനും കുബേരപുത്രർ നാഗധാരി പീടി നേടി അഹങ്കാരവും. നാരായണ വിമുഖരായി മതോന്മത്തരായി അവർ നാടുകൾ പലതു കാലം കളിച്ചു വാണു. മദ്യപാനം ചെയ്തു ഉള്ളിൽ മതം കയറിയിരുവർക്കും മതാലസകളുമൊത്ത കളി തുടങ്ങി. നഗ്നരായി ഗംഗ തന്നിൽ കുളിക്കുന്ന കുമാരരെ നാരായണ ഭക്തനാകും നാരദൻ കണ്ടു. മഹർഷിയെ കണ്ട നേരം മനസ്സിൽ ഭയമേറിയ മാലിനിമാർ വാസനങ്ങൾ ധരിച്ചുവല്ലോ. നഗ്നരായി നിന്നിടുന്ന കുബേരപുത്രന്മാരോടു നാരദ മാമുനി മെല്ലെ അരുളി ചെയ്തു. മരുതുമാരങ്ങളായി തീർന്നിടട്ടെ ഇരുവരും, ശ്രീഹരിയാൽ ലഭിച്ചിടും ശാപമോക്ഷവും. നാരദവാചനം കേട്ടു കുമാരന്മാരിരുവരും മരുതുമാരങ്ങളായി അമ്പാടി തന്നിൽ. മരുതു വൃക്ഷങ്ങൾ തന്റെ അടുത്തെത്തി ദാമോദരൻ മരങ്ങൾക്കു മധ്യേ മെല്ലെ കടന്ന നേരം. ഉരലു കടക്കാതെയായി ബലത്തിൽ വാലിച്ചു കണ്ണൻ. മരങ്ങളോ നിലം പൊത്തി, എത്ര അത്ഭുതം! മുകുന്ദാ നിൻ തിരുവടി രണ്ടു വൃക്ഷം തകർത്തപ്പോൾ മഹാതേജസ്വികളാകും കുബേരപുത്രർ അതിൻ്റെ യാഗത്തു നിന്നും പുറത്തെത്തി ഭക്തിയോടെ അവിടുത്തെ അപദാനം കീർത്തനം ചെയ്തു. മറ്റു ദേവതമാരുടെ ഭക്തരെങ്കിൽ പോലും നൂനം മാരുദേശ അവിടുത്തെ ശരണം തേടും. ശിവഭക്തന്മാരാമിവർ നാരദാനുഗ്രഹത്താലേ ശിവം നൽകും നിന്റെ ഭക്തിക്കായി പ്രാർത്ഥിച്ചു. മരം മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു ഗോപവൃന്ദം ഓടിയെത്തി ഒപ്പം നന്ദയശോദാദിയും. അമ്മ കെട്ടിയതാം കയർ അഴിച്ചല്ലോ നന്ദഗോപർ. അമ്മ തൻ്റെ മുഖം ലജ്ജ കൊണ്ടു കുനിഞ്ഞു. മരങ്ങൾക്കു നടുവിലായി പെട്ടുപോയോരുണ്ണിക്കണ്ണൻ മഹാവിഷ്ണു ശക്തി മൂലം രക്ഷിക്കപ്പെട്ടു എന്നു ചൊല്ലി ഗോപജനം ഉണ്ണിയെ വാരിയെടുത്തു. എൻ്റെ രോഗം മാറ്റേണമേ ഗുരുവാദേശ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.